മൊബൈലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് ഫിഷ് ഇങ്ങനെ നമുക്ക് മൊബൈലിൽ ഒന്ന് സെറ്റ് ചെയ്താലോ? ഇത് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനോട് സമാനമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തപ്പോൾ അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഇത്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇടതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്ലസ് ഐക്കൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ സെറ്റ് ലൈവ് വാൾപേപ്പർ കാണാൻ സാധിക്കും. അതിന് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫിഷിൻ്റെ കളർ മാറ്റാം, സൈസ് മാറ്റാം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. അതെല്ലാം ഇവിടെ ലോക്ക്ഡ് ആണ്. ഓക്കെ, ആ ലോക്ക്ഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് പർച്ചേസ് ചെയ്യാനാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, അതിനായിട്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എനബിൾ ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അത് മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് മുകളിലുള്ള ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. സെറ്റ് ലൈവ് വാൾപേപ്പർ എന്ന ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ അപ്ലൈ ടു എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ, അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ. ഞാനിപ്പോൾ അതാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ട് ഭാഗത്തും എനിക്ക് വേണം. അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിൽ ഏത് ക്ലോക്കാണ് വേണ്ടത് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മൊബൈലിൽ തന്നെ ഉള്ള ഓപ്ഷനാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ഡിസ്പ്ലേയിൽ തെളിയില്ല. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഐക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കുക. കണ്ടോ, ബാക്കിൽ ആ ഒരു സ്റ്റൈലിഷ് ഫിഷ് ഓടിക്കളിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, കാലി സ്ഥലം നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. ആപ്ലിക്കേഷൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അതങ്ങനെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. കണ്ടോ, ഇപ്പോൾ ഞാനൊരു വാട്സപ്പ് മാത്രമേ ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് മൊബൈൽ ലോക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യാണ്. ഓക്കെ, ലോക്ക് സ്ക്രീനിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ തുറന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഫിംഗർ കാണാൻ സാധിക്കും. കണ്ടോ, ലോക്ക് സ്ക്രീനിലും ആ ഒരു മനോഹരമായിട്ടുള്ള ഫിഷ് ഇങ്ങനെ നീന്തി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ലോക്ക് തുറക്കാം. ലോക്ക് തുറന്നാലും ആ ഒരു ഫിഷ് അവിടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പ്രീമിയം വെർഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഞാൻ ഏതായാലും ഈ ഒരു മീനിനെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ ഇതിൻ്റെ പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ഫ്രീ വെർഷൻ തന്നെ യഥേഷ്ടം ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, പിന്നെ ഒരു സംശയമുള്ളത്, ഇങ്ങനെ ഒരു ലൈവ് വാൾപേപ്പർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും. ഒരുപാട് നാൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടും, അതായത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും അല്ലാതെയും ഉപയോഗിച്ച് നോക്കി. പക്ഷേ എനിക്ക് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.